എന്ന വിശ്വാസത്തോടെ തേടാം എങ്കിൽ അത് ഹദീസിൽ കാണുമായിരുന്നു. ആ പരാമർശം ഹദീസിൽ കാണുമായിരുന്നു. ആ പരാമർശം സഹാബികൾ പ്രാവർത്തികമാക്കുമായിരുന്നു. ഇല്ല, സമസ്ത പ്രചരിപ്പിക്കുന്നത് മതമല്ല, ദീനല്ല, ദീനുൽ ഇസ്ലാമല്ല, ഇതൊരു പൊളിച്ചെയ്ത്താണ്. സഹോദരങ്ങളെ, ആലോചിക്കണം. തീർന്നില്ല. 2 സഹാബിമാർ ഇരുട്ടുള്ള വഴികളിലൂടെ നടന്നു പോവുകയായിരുന്നു. വെളിച്ചമില്ല, വഴി കാണിക്കാൻ ആളുകളില്ല. അങ്ങനെ ഒരു പ്രകാശം അവരെ പിന്തുടരുകയാണ്. ആ പ്രകാശം അവരെ കൂടെ സഞ്ചരിച്ചു. 2 വഴികളിലേക്ക് അവര് മാറി സഞ്ചരിച്ചപ്പോൾ ആ പ്രകാശം 2ആയി അവരെ പിന്തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഈ കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടു. അല്ലാഹു നിങ്ങളെ ആദരിച്ചു എന്നൊരു മെസ്സേജ് പഠിപ്പിച്ചു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചില്ല, നബിയെ അവരെ ഔലിയാക്കളല്ലേ? അതെ. അവർക്ക് കറാമത്തുണ്ടായതല്ലേ? അതെ. ആ കറാമത്തിൽ നിന്ന് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങൾക്ക് തേടിക്കൂടെ എന്ന് ചോദിച്ചില്ല. കാരണം സഹാബികൾ സഖാഫിമാരായിരുന്നില്ല. സഹാബികൾ സഖാഫിമാരുടെ ഉസ്താദിൽ നിന്ന് ദീൻ പഠിച്ചവരായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ദീൻ അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. ഇനി ഇതിനേക്കാൾ വ്യക്തമായി ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ എനിക്ക് കഴിവില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. ഇന്ന് രാത്രി കിടന്നുറങ്ങി നിങ്ങൾ ചിന്തിക്കണം. കറാമത്ത് വിറ്റ ഒരൊറ്റ സഹാബിയും ഉണ്ടായിരുന്നില്ല. ഇനി കറാമത്ത് പ്രകടിപ്പിച്ച സഹാബിയുടെ ഖബർ കെട്ടി ഉയർത്തി റസൂലുള്ളാഹി ജീവിച്ച കാലത്ത്. ഉദാഹരണം ഞാൻ ചോദിക്കുന്നു, ഖദീജ ബീവിക്ക് മനുമത്ത് ബീവിയുടെ സ്ഥാനമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? അതുപോലെ ഭീമാ ഉമ്മിച്ചക്ക് ഖദീജ ബീവിയേക്കാൾ വലിയ സ്ഥാനം അത് കൽപ്പിച്ചവരാ നിങ്ങൾ. നിങ്ങളോടാ ചോദിക്കുന്നത്. റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് ഖദീജ ബീവി മരിച്ചു, യാതൊരു സംശയവുമില്ല. ലോക സ്ത്രീ രത്നങ്ങളിൽ 3 സ്ത്രീകളാണത്രേ ലോക സ്ത്രീത്വത്തിന്റെ പൂർണ്ണത പ്രാപിച്ചത്. ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. അതിലൊന്നാമത്തെയാള് മറിയം ബീവിയാണ്. അവരെ ഒരു സുന്നിയും വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. 2ാമത്തെ ബീവി ആസിയ ബീവിയാണ്. ആസിയ ബീവിയെ രോഗം മാറ്റണേ എന്ന് ഒരു സമസ്തക്കാരനും പറഞ്ഞിട്ടില്ല. പിന്നെയുള്ളത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ഖദീജ ബീവി മരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹ് ഇഷ്ടപ്പെട്ട, അല്ലാഹ് വാഴ്ത്തിയ 3 സ്ത്രീ രത്നങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള 3 പേർ. ഒന്ന് ഖദീജത്തുൽ കുബ്രയാണ്. അതെ, അവരെ വിളിച്ച് സഹാബികൾ പ്രാർത്ഥിച്ചില്ല, അവരെ ഖബർ കെട്ടി ഉയർത്തിയില്ല, അവരിൽ നിന്നുള്ള ബർക്കത്തെടുക്കാൻ ചെന്നില്ല. ചിന്തിക്കുന്നവർക്ക് ഇതിനേക്കാൾ വലിയൊരു പോയിന്റ് ഇനി ലൈഫിൽ കിട്ടാനില്ല. ആലോചിക്കുക, ചിന്തിക്കുക. സമസ്ത വേറെ, അതൊരു പുതിയ മതം, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. അതിന്റെ ചിഹ്നങ്ങളിൽ പള്ളി ഉണ്ടാകാം, അതിന്റെ വേഷങ്ങളിൽ വെള്ളക്കുപ്പായങ്ങൾ ഉണ്ടാകാം, അതിന്റെ പ്രവർത്തനങ്ങളിൽ നമസ്കാരം ഉണ്ടാകാം. കൃത്യമായ ജൂത ലോബിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിന് വിധേയമായി ജൂതായിസമാണ് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇത് മനസ്സിലാക്കാൻ ചരിത്രത്തിൽ നിന്ന് ചില തെളിവുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ജൂതന്മാർക്കൊരു പാരമ്പര്യമുണ്ടായിരുന്നു ആയിഷ, ക്രിസ്ത്യാനികൾക്കൊരു പാരമ്പര്യമുണ്ടായിരുന്നു ആയിഷ. അതെന്താണ്? അവരുടെ അമ്പിയാക്കളും മരിച്ചാൽ, ജൂതന്മാരിൽപ്പെട്ട ഒരു അമ്പിയ, അതാരാ? അത് അല്ലാഹു അയച്ച നബിയ. ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു പ്രവാചകൻ, അതാരാ? ശരിക്കും മനസ്സിലാക്കണം. ജൂതന്മാർ അവരുടെ നബിമാരും മരിച്ചാൽ, അവരുടെ മഹത്തുക്കളും മരിച്ചാൽ അവരുടെ ഖബർ കെട്ടി ഉയർത്തി അവിടെ ഇബാദത്തിന്റെ കേന്ദ്രമാക്കും, സുജൂദിന്റെ കേന്ദ്രമാക്കും. വയലത്തൂർത്തങ്ങൾ സുജൂദ് ചെയ്യുന്ന ദർഗയിൽ അല്ലേ? മുസ്ലിം ഉമ്മത്ത് സുജൂദ് ചെയ്യുന്ന ദർഗയിൽ. ഇതേത് ആദർശമാണ്? ജൂതായിസമാണ്. ആയിഷ അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തിയ ജൂതന്മാരെ അല്ലാഹ് പ്രശംസിച്ചു എന്നല്ല സമസ്തക്കാരാ പറയുന്നത്. ചിന്തിക്ക്, നിനക്ക് എന്തുകൊണ്ട് അല്ലാഹനെ പേടിയില്ല? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ജൂതന്മാരെ അല്ലാഹ് ശപിച്ചു. എന്തിന്റെ പേരിൽ? അവരുടെ പ്രവൃത്തിയുടെ പേരിൽ. ഏത് പ്രവൃത്തി? സമസ്തയുടെ വാദപ്രകാരം ഇസ്ലാമിലെ ഏറ്റവും മഹോന്നതമായ ഒരു കർമ്മം, സമസ്തയുടെ വാദപ്രകാരം ഇസ്ലാമിലെ ഏറ്റവും മഹോന്നതമായ ഒരു കർമ്മം അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തൽ, അവിടെ നിലവിളക്ക് കത്തിക്കൽ, അവിടെ തിരി കത്തിക്കൽ, അവിടെ പച്ചപതയ്ക്കൽ. ഇതൊക്കെ ന്യായീകരിച്ച ആളാണ് അലവി സഖാഫി, ഇതൊക്കെ ന്യായീകരിച്ച ആളാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇതൊക്കെ ന്യായീകരിച്ച ആളാണ് പേരോട്ടുകാരൻ. പറയണം, ജൂതായിസവും നിങ്ങളും തമ്മിൽ എവിടെയാണ് വേർപിരിയുന്നത്? ജൂതന്മാരുടെ പാരമ്പര്യം ഇതായിരുന്നു. ലഅനല്ലാഹു, അല്ലാഹ് ശപിച്ചു എന്ന അർത്ഥം, അല്ലാഹ് ഇഷ്ടപ്പെട്ടു എന്നതിനർത്ഥമില്ല. ലഅനല്ലാഹു, അല്ലാഹ് ശപിച്ചു. യഹൂദ വന്നസാറ,
ജൂതന്മാരെയും നസാറാക്കളെയും ഇത്തഖദു അവർ സ്വീകരിച്ചതിന്റെ പേരിൽ, അവരാക്കിയതിന്റെ പേരിൽ ഖുബൂറ ഖബറുകളെ വിഗ്രഹത്തെയല്ല, ഖബറുകളെ അംബിയാഇഹിം മസാജിദ, അവരെ അംബിയാക്കളെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി, സുജൂദിന്റെ കേന്ദ്രമാക്കി, വിളിച്ചു പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി. എന്നിട്ട് അള്ളാഹു ജൂതന്മാരെ ശപിച്ചു. എന്റെ ചോദ്യം, അംബിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് സെലക്ട് ചെയ്തവരാണ്, മഹാന്മാരാണ്. ആ അഡ്രസ്സുള്ള അംബിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തിയാൽ അള്ളാഹ് ശപിക്കുമെങ്കിൽ ലോക്കൽ മനുഷ്യന്മാരുടെ ഖബർ കെട്ടി ഉയർത്തുന്ന കുബൂരികളെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ രക്ഷപ്പെടണം. ആ സമസ്ത കൂടാരത്തിൽ നിന്ന്, ആ മുങ്ങിപ്പോകുന്ന കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് ഫിർഖത്തുന്നാജിയുടെ കപ്പലിൽ കയറാൻ നിങ്ങൾക്ക് സമയം അതിക്രമിച്ചു. നിങ്ങൾ ആരെ കാത്തു നിൽക്കുകയാണ്? അഫാമിനു മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 99-ാമത്തെ വചനം. ഓർക്കണം, നിങ്ങൾ എന്ത് കാത്തു നിൽക്കുന്നു? ഈ വസ്തുത നിങ്ങൾ ശരിക്കും ആലോചിക്കണം. വ്യക്തമാണ് കാര്യങ്ങൾ, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഈ വസ്തുതയാണ് നമ്മൾ പറയുന്നത്. ഇല്ല, ലോക ചരിത്രത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ശിർക്ക് വരുന്ന വഴി മുജാഹിദ് പ്രസ്ഥാനം ഗൗരവമായി കാണുകയാണ്. ഇവിടെ എന്താ ശിർക്ക്? മുസ്ലിം ഉമ്മത്തിൽ ശിർക്കുണ്ടോ? ഇല്ലെന്ന് പറയുന്ന ഒരു കൂട്ടർ, അസംഭവ്യമാണെന്ന് പറയുന്ന ഒരു കൂട്ടർ, മുഹാലാണെന്ന് പറയുന്ന ഒരു കൂട്ടർ, ഖുർആൻ പറയുന്നു വരും, സുന്നത്ത് പറയുന്നു വരും, അല്ലാഹ് പറയുന്നു വരും, വരും ശിർക്ക് വരും എന്നല്ല പറയുന്നു, ഖുർആനിൽ പറയുന്നു. അതെ, വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. വായിക്കി 6-ാം അധ്യായം അൻആം. ജീവിതത്തിൽ പഠിച്ചിട്ടില്ലാത്ത അധ്യായമാണ് അൻആം 6-ാം അധ്യായം 82-ാമത്തെ വചനം. വിശ്വസിച്ചതിന് ശേഷം ഈമാനിൽ ദുൽമ കലർത്താതെ നോക്കണം. അല്ലാഹ് പറയാൻ, അങ്ങനെ ദുൽമ കലർന്നാൽ, കലരില്ലെന്നല്ല, ഈമാനിന് ശേഷം കുഫർ വരില്ലേ? പ്രദോഷത്തിൽ മുഅ്മിനായവൻ പ്രഭാതത്തിൽ കാഫിറാവും. പറഞ്ഞിട്ടില്ലേ റസൂൽ? കള്ളം പറയാത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെ, ലാ തഖൂമുസ് സാഅ, അന്ത്യദിനം വരികയില്ല. ഹത്താ, ഏതുവരെ? ലാത്തയെയും ഉസ്സയെയും എന്റെ മുസ്ലിം ഉമ്മത്തിലെ ഒരു വിഭാഗം, ഒരു കബീല ആരാധിക്കപ്പെടുന്നത് വരെ. നാട്ടുകല്ലിലെ കല്ലിനെ ആരാധിക്കുന്ന, അതുപോലെ ആൽമരങ്ങളെ ആരാധിക്കുന്ന, ആൽത്തറകളെ ആരാധിക്കുന്ന, എന്തിനധികം കാസർഗോഡ് ജില്ലയിലെ മസ്ജിദിൽ നിന്ന് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് മൈക്കിലൂടെ സക്കാഫി ആഹ്വാനം ചെയ്യുകയാണ്. 3 ആഴ്ചകൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ മർക്കസുൽ സക്കാഫത്ത് സുന്നിയിൽ പഠിച്ച സക്കാഫി. ഇനി നമ്മൾ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ, അവിടെ അരി നിറയ്ക്കാൻ, അവിടുത്തെ ഭസ്മം തിന്നാൻ. അല്ലാഹ് പറഞ്ഞതോ ഫന്തശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ്. ഖുതുബ കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹം തേടാൻ. സക്കാഫി പറയുന്നതോ ക്ഷേത്രത്തിൽ പോയി ഭസ്മം തിന്നാൻ. ഏതാണ് ഇസ്ലാം? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തെറ്റിദ്ധാരണയും കൂടെ ഞാൻ തിരുത്തുകയാണ്. അവിടെ എടപ്പാളിൽ എന്റെ ഒരു പ്രസംഗത്തെ കുറിച്ച് ബഹുമാന്യരായ മടവൂർ ടീം ഇവിടുത്തെ സുന്നികളുമായി കൈകോർത്ത് ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വക കാര്യങ്ങൾ പറയുമ്പോ കണിശമായി തന്നെ പറയണം. ഒരു മൂർഖനെ കാണുന്നു, ഒരു മുസ്ലിയാരെ കാണുന്നു. എന്റെ പരാമർശങ്ങളിൽ വന്നൊരു കാര്യമാണ്, ഞാനത് ആവർത്തിച്ചു പറയും. ഒരു മൂർഖനെയും ഒരു സക്കാഫിയെയും കാണുന്നു. ആരെ പേടിച്ചിട്ടാണ് ഓടേണ്ടത്? ഞാൻ പറഞ്ഞു, സക്കാഫിയെ പേടിച്ചിട്ടാണ് ഓടേണ്ടത്. കാരണം മൂർഖൻ പാമ്പിന്റെ കടിയേറ്റു എന്നുള്ളത് കൊണ്ട് ഒരാൾ നരകത്ത് പോകുന്ന അല്ലാഹ് പറഞ്ഞിട്ടില്ല. ശിർക്ക് ചെയ്താൽ നരകത്ത് പോകുന്ന അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സക്കാഫിന്റെ ഡ്യൂട്ടി ശിർക്ക് ചെയ്യിപ്പിക്കലാണ്. അതുകൊണ്ട് മൂർഖൻ പാമ്പിനേക്കാൾ പേടിക്കേണ്ടത് സക്കാഫിമാരെയാണെന്ന് ഞാൻ പറഞ്ഞു. മടവൂരികൾ അത് മാറ്റി മൂർഖൻ പാമ്പിനെയും സക്കാഫിയെയും കണ്ടാൽ ആദ്യം തച്ചുകൊല്ലേണ്ടത് സക്കാഫിയാകുന്നു എന്ന് ഞാൻ പറയാത്തത് പറഞ്ഞു. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ പടച്ചോനെ പേടിക്കാത്തവരാകാം, പക്ഷെ അനുയായികളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. മഹ്ശറയുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. നിങ്ങൾ ഫിത്ന ഉണ്ടാക്കരുത്. ആ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം? പറയാത്തത് പറഞ്ഞു എന്ന് പറയാൻ അതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണ്. നിങ്ങൾ സ്വയം അഹങ്കരിക്കുന്നു. നിങ്ങൾ സാക്ഷാൽ സെലഫിസത്തിലാണ് നിങ്ങൾ പറയുന്നു. കള്ളം പറയൽ സെലഫിസമാണോ? ഞാൻ പറയാത്തത് എന്റെ പേരിൽ വെച്ച് കെട്ടുന്ന സമസ്തയെ പോലെ നിങ്ങൾ ലോക്കലാകരുത്, തരം താഴ്ന്നവരാവരുത്, ഒരു തറപ്പണി എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാകരുത്. ആശയം കൊണ്ട് നേരിടുകയല്ലാതെ കള്ളപ്രചരണങ്ങളിലൂടെ
പിടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ സ്ഥിരം പല്ലവി അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അത് നിങ്ങളുടെ മഹ്ശറക്ക് ഉപകരിക്കില്ല, ആഖിറത്തിന് ഉപകരിക്കില്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അതേ, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അന്ന് നിങ്ങളുടെ അമലുകളുമായി നിങ്ങൾ അവിടെ വരും. ഖുർആനിൽ അവസാനത്തെ വചനം സൂറത്ത് ബഖറ 2-ാം അധ്യായം 281-ാമത്തെ വചനം. ആരോടും വിരോധമില്ല, ആരോടും വിധേയത്വമില്ല. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടാണ് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അതെ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ വേറൊരാളെയും പേടിക്കരുത്. അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും പേടിക്കരുത്. വലം യഖ്ശ ഇല്ലല്ലാഹ് എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു. 9-ാം അധ്യായം 18-ാമത്തെ വചനം, 33-ാം അധ്യായം 39-ാമത്തെ വചനം വ്യക്തമാണ്. കേരളത്തിൽ മുജാഹിദുകൾക്ക് സമസ്തക്കാരോട് പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അല്ലാഹു ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ തേടുന്നത് എന്നൊരു വാദം നിങ്ങൾക്കുണ്ട്. അതിന് ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്നല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് മുസ്ലിയാക്കന്മാരുടെ നാവിന്റെ ജൽപ്പനമാണ്. സത്യം സത്യം. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഉസ്താദേ, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുമെന്ന് ഏതായത്തിലാ ഉസ്താദേ ഉള്ളത്? ഏത് ഹദീസിലാ ഉസ്താദേ ഉള്ളത്? ഇല്ല മോനെ, അത് മർക്കസ് കാബത്തുസിയെ പഠിച്ചപ്പോ എന്റെ നാവൊരു ഉസ്താദ് നീട്ടി വലിച്ചതാ, അയിമന്നുണ്ടായതാ എന്നതല്ലാതെ വേറെ എന്ത് തെളിവാളുള്ളത്? വേറെ എന്ത് തെളിവാളുള്ളത്? ആലോചിക്കണങ്ങളെ. ഇനി വിശുദ്ധ ഖുർആൻ പറയുന്നറിയോ? ഇലാഹ എന്ന് വിശ്വസിക്കേണ്ടതില്ല, ശിർക്ക് വരാൻ ഇലാഹ എന്ന് വിശ്വസിക്കേണ്ടതില്ല എന്ന് ഖുർആൻ, എന്ന് ഹദീസ്. ഞാൻ തെളിയിച്ചിരങ്ങൾക്ക് വായിച്ചോ? 20-ാം അധ്യായം സൂറത്തിന്റെ 62-ാമത്തെ ആയത്ത് എടുത്തു നോക്ക്, തഫ്സീർ എടുത്തു നോക്ക്. എന്ത്? അല്ലാഹു അമ്മയുജീബുൽ മുദ്തറ ഇദാ ദഅാഹു, അതായത് പ്രയാസപ്പെടുന്നവൻ ആ പ്രയാസപ്പെടുന്ന സമയത്ത് ആരോടാണോ ആ പ്രയാസം ദൂരീകരിച്ച് കിട്ടാൻ അവൻ തേടുന്നത്, അവൻ ഇലാഹായി. അല്ല പറയാൻ, അതായത് ഒരു പൊട്ടക്കിണറിൽ ഒരു സമസ്തക്കാരൻ വീണു, മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണമെന്ന് അയാൾ പറഞ്ഞു. എങ്കിൽ മൊയ്തീൻ ഷെയ്ഖ് ഇലാഹായി. യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട, യാതൊരു സംശയവും. ഉദാഹരണം പറയാം. ഖൈബർ യുദ്ധ പശ്ചാത്തലം, പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ടവർ, കൃത്യമായി ഇസ്ലാം പൂർണ്ണമായിട്ട് പഠിച്ച അഗാധമായ ഈമാനിലേക്ക് അവർ എത്തിയിട്ടില്ല. കാരണം പഴയ കാലത്ത് അവർ ശിർക്കിലായി, ജാഹിലിയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, മക്കാ മുശ്രിക്കുകൾക്കുള്ളതുപോലെ. എങ്ങനെ? മക്കാ മുശ്രിക്കുകൾക്കുള്ളതുപോലെ, മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉള്ളതുപോലെ ഒരു വൃക്ഷം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം എന്ന്. ആ ഓർക്കണം നമ്മൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരാവശ്യപ്പെടുന്നത് ഒരു ഇലാഹിനെ തരണം എന്നല്ല. മക്കാ മുശ്രിക്കുകൾ മരത്തിൽ വാള് തൂക്കിയിട്ട് ബർക്കത്ത് പ്രതീക്ഷിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഒരു മരം നിശ്ചയിച്ചു തരണം എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്? സമസ്തക്കാരനായിരുന്നു നബി എങ്കിൽ നബി അവരോട് എന്ത് പറയും? ഇലാഹാന്ന് വിശ്വസിച്ചിട്ടില്ലല്ലോ, എന്നാ കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞോ റസൂല്? ഇല്ല. റസൂല് പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധൻ. മൂസാ നബിയുടെ കൗമ് ഇലാഹിനെ ആവശ്യപ്പെട്ടതിന് തുല്യം. ഇങ്ങനെ മൂസാ നബിയുടെ കൗമ് ഇലാഹിനെ ആവശ്യപ്പെട്ടതിന് തുല്യം. ഇനി പറ, ഇലാഹാന്ന് വിശ്വസിക്കേണ്ടതില്ല. ഇനി ഒരാള് ഈ വാദപ്രകാരം, അതായത് ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവും. എന്താ വിശ്വസിക്കുന്ന അതേ ആവും. ഒരാള് ഒരു ബോട്ടൽ മദ്യം ഇങ്ങനെ വായിലേക്ക് ഒഴിക്കുകയാണ്, ഒരു സക്കാഫി. അപ്പോ ആളുകൾ ചോദിച്ചല്ല, ഇത് വിദേശ മദ്യല്ലേ? അപ്പോൾ പറയാ, മദ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, നല്ല പാലാന്ന് എന്റെ വിചാരം. നല്ല പാല ഇപ്പൊ അകിടുന്ന് ഇങ്ങോട്ട് കറന്നെടുത്ത ഫ്രഷ് പാല എന്നെന്റെ വിചാരം. അതുകൊണ്ട് കള്ള് പാലാവോ പാള് കള്ളാവോ? നിങ്ങൾ ചിന്തിക്ക്. ഒരാള് പറയാൻ ഒരു പെണ്ണായിട്ട് കിടപ്പറ പങ്കുവെക്കുക. അപ്പൊ ആളുകൾ ചോദിച്ചത് വ്യഭിചാരല്ലേ? ഏയ്, എന്റെ ഭാര്യ എന്നുള്ള നെയ്യത്തില, എടോ നെയ്യത്ത് നീ എന്ത് വെച്ചു എന്നുള്ളതല്ല, നീ ചെയ്യുന്ന കർമ്മത്താൻ. കള്ളു കുടിക്കുമ്പോഴത്തെ പാലാന്ന് നെയ്യത്തിച്ച്, അതുകൊണ്ട് കള്ള് പാലാവോ? ആവോ? ഇലാഹിന് കൊടുക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് പിന്നെ പടച്ചോൻ ഇവിടെ എന്താ പണി?
എല്ലാം മൊയ്തീൻ ചെയ്യുന്നു. അള്ളാഹ്ക്ക് എന്താ പണി? ഏയ്, അള്ളാഹ് പറഞ്ഞത് എന്താ? എന്നോട് പ്രാർത്ഥന